പച്ചമാങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും മാസങ്ങളോളം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്നതുമായ ഒരു നോർത്ത് ഇന്ത്യൻ അച്ചാറാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഒരു 5 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞെടുത്ത പച്ചമാങ്ങയെല്ലാം ഇതേപോലെ ഒന്ന് പൊളന്നെടുക്കാം. പൊളന്നെടുക്കുമ്പോൾ കൈ മുറിയാതെ നോക്കണേ. എൻ്റെ കൈയൊന്ന് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഈ മാങ്ങയെല്ലാം ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് പൊളന്ന് മാറ്റി വെക്കാം. അതിനുശേഷം അത് ചെറിയ ചെറിയ ക്യൂബായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇത് നമുക്ക് ചോപ്പറിലിട്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നത്. മുറിച്ചെടുത്ത മാങ്ങകളെല്ലാം നമുക്ക് ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്കിത് വലിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഹസ്ബൻഡിനെ കൊണ്ടാണ് വലിപ്പിക്കുന്നത്. ഇതേപോലെ വലിച്ച് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ അരിഞ്ഞെടുത്ത മാങ്ങ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര മാങ്ങയുടെ ഏകദേശം പകുതി ശർക്കരയാണ് എടുത്തു കൊടുക്കുന്നത്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം, കുറച്ച് വേണ്ടവർക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇത് ഗ്യാസിലേക്ക് വെച്ച് ഒരു 5 മിനിറ്റ് വേകാൻ വെക്കാം. ആ സമയം കൊണ്ട് ഈ അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പൊടിയാണ്. ഈ പൊടി ചേർക്കുമ്പോഴാണ് അതിന് ഏറ്റവും ടേസ്റ്റ്. ഇതുണ്ടാക്കാനായിട്ട് ജീരകം, പെരിഞ്ജീരകം, 4-5 ഉണക്കമുളക്, കുരുമുളക് എല്ലാം ഒന്ന് വറുത്ത് മാറ്റിയെടുക്കണം. ഈ വറുത്തെടുത്ത കൂട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരല്പം കായപ്പൊടി, 2 കഷ്ണം ഗ്രാമ്പൂ, ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സിയിൽ തരിതരിപ്പോട് കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് പൊടിച്ചെടുത്തത്. നല്ല തരിതരിപ്പോട് കൂടിയാണ് പൊടിച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് മാങ്ങ വെന്ത കൂട്ടിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മാങ്ങ വേവിക്കാൻ വച്ചിട്ട് 5 മിനിറ്റായി. ശർക്കരയൊക്കെ ഉരുകി മാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. ഇനി നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന പൊടിയാണ് ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത്. നല്ല തരിതരിപ്പോട് കൂടി പൊടിച്ച പൊടിയാണ്. ഇതൊന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ആ പൊടി അതിനകത്ത് നന്നായിട്ട് പിടിക്കും. ഒരു കളർ മാറി വരും. ഇപ്പോൾ ഈ കളർ അല്ല, ഇതേപോലത്തെ ഒരു കളർ വരും. ഈ കളറാണ് അതിൻ്റെ പാകം. ഇങ്ങനെ വരുമ്പോൾ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊരു കുപ്പിയിലേക്ക് പകർത്തി വെച്ച് കഴിഞ്ഞാൽ 3 മാസം 4 മാസം വരെ നമുക്ക് കേടുകൂടാതെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഉപയോഗിക്കാം. ഈ റെസിപ്പി ഇഷ്ടമായവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സപ്പോർട്ട് ചെയ്ത്, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.